അള്ളാഹുവിനെ നാം തൃപ്തിപ്പെടുത്തുന്ന അക്രമങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കലും ആവശ്യമാണ്. ആദ്യം ഉണ്ടാവുന്ന പ്രശ്നമല്ല. ഭരണാധികാരി അനീതിക്കാരനാവും, അനീതി ചെയ്യുന്ന ആളാവും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ അർശിന്റെ തണൽ ലഭിക്കുന്ന ഉറക്ക ആമീൻ പറയണേ. അള്ളാഹുവിനെ ആഫിയായിൽമിനെ തരട്ടെ. സാലിഹീങ്ങൾ വന്നിരിക്കുന്ന ഒരു സദസ്സാണ്, സാലിഹീങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സാണ്. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സുന്നത്യമായത്തിന് വേണ്ടിയുമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സദസ്സാണ്. സമസ്ത കേരളമെത്തുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സാണ്. അതിൻ്റെ വഴിയിലൊക്കെ ഒരുപാട് മഹത്വക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കണ്ണിയാണ്. ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ചിന്തിക്കണം. എല്ലാവരും ഉറക്കെ ആമീൻ പറഞ്ഞ് വളരെ പ്രധാനമായി ഇരിക്കണം. രണ്ടാമതായി ചിന്തിക്കണം, സലാസത്തുൻ ലാ തുറദ്ദു ദഅവത്തുഹും എന്നാണ്. മൂന്നാളുടെ ദുആ അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ദുആ ആരുടേതാ? ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ തട്ടിക്കളയുകയില്ല. അതൊരിക്കലും തട്ടൂല്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ആഫിയത്തിനെ തരട്ടെ. ബാക്കിയുള്ള രണ്ടാൾ കൂടെ അറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അറിയോ? ഒന്ന് പറയാം. അറിയോ? ഒന്ന് ഉറക്കെ പറയാം. അറിയോ? മൂന്നാളുടെ ദുആ തട്ടിക്കളയുകയില്ല. ഒന്നാമത്തെ ആരാ? നീതിമാനായ ഭരണാധികാരിയുടെ ദുആ തട്ടിക്കളയുകയില്ല. ഒന്ന്. എന്താ രണ്ടാമത്തത്? ദുആഉ സ്വായിമി ഹൈന യുഫ്തിറു, നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ നോമ്പ് തുറക്കുന്ന നേരത്തെ ദുആ തട്ടിക്കളയില്ല. അല്ലാഹുവേ, ആ ദുആന്റെ ഫضل അല്ലാഹു നമുക്ക് തരട്ടെ. ആ നോമ്പ് തുറക്കുന്ന നേരത്തെ ദുആ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയത്. മറക്കണ്ട, നോമ്പ് തുറക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്ന അതിൻ്റെ ഖുബൈൽ നിന്നാണ്. അതാണ് പ്രധാനപ്പെട്ട വ്യാഖ്യാനം. നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ്, തുറന്ന നേരെ ഉടനെ, ഇതൊക്കെ അതിൽപ്പെടും. നോമ്പ് തുറക്കുന്ന ആ സമയത്തുള്ള ദ്വായിൽപ്പെടും. നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാത്തിരിക്കുന്ന നേരം, നോമ്പ് തുറക്കേണ്ട നേരത്തിൽ 5 മിനിറ്റ് മൊബൈലൊക്കെ ഓഫാക്കുക, എല്ലാം ഓഫാക്കുക. ഒന്നും വേണ്ട, അതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. ആ നേരത്തെ ദ്വാ ചെയ്ത ഭയങ്കര കൂലിയാണ്. നോമ്പ് കാത്തിരിക്കുന്ന ആ കാരക്കയുടെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന 2-3-4 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു മിനിറ്റ്, ആ മിനിറ്റാണ് എന്താ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹു തആല സ്വീകരിക്കും. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ക് എന്നുള്ള ആ തുടങ്ങുന്ന ബാക്കിയുള്ള ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. ഭയങ്കര ഫضലുള്ള സ്ഥലമാണ് അതൊക്കെ. മൂന്നാമത്തോ ദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ ദുആ തട്ടിക്കളയില്ല. ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഈ സിനിമയും സീരിയലും കണ്ടിരിക്കരുത്, വൃത്തികേട് കാണരുത്, വൃത്തികേട് പറയരുത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ദുബൈയിലെത്തുന്നവരെ, സൗദിയിലെത്തുന്നവരെ ദുആ ചെയ്താൽ അതുകൊണ്ട് തന്നെ 2 കൊല്ലത്തേക്കുള്ള വിഭവങ്ങൾ അള്ളാഹു അതിലാണ് അനുവദിക്കും. അവിടെയും പിന്നെ വർത്താനം പറഞ്ഞ് അവിടെയും ഫ്ലൈറ്റ് കയറിയ സിനിമയും കണ്ടിരിക്കരുത്. ഒന്ന് ദുആഉൽ ഇമാമിൽ ആദിലി, നീതിമാനായ ഭരണാധികാരിയുടെ ദുആ. ഒന്ന്. 2 ദുആഉ സ്വായിമി ഹീന യുഫ്തിറു, നോമ്പ് തുറക്കുന്ന നോമ്പുകാരൻ്റെ ദുആ. 2. പിന്നെ ദുആഉൽ മുസാഫിരി, ഹലാലായ യാത്ര പോകുന്ന യാത്രക്കാരൻ്റെ ദുആ. ഈ ദുആ ഒന്നും തട്ടിക്കളയുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്. ഒരിക്കലും അത് തട്ടിക്കളയില്ല. അത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അതൊക്കെ മുതലെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഉമർ ബിൻ ഖത്താബ് ബിൻ നുഫൈൽ ഇബ്നു അബ്ദുൽ അസ്സ ബിൻ റബാഹ് ബിൻ ഖുറത്ത് ബിൻ റസ്സഹ് ബിൻ അദി ബിൻ കഅബ് ബിൻ ലുഅയ് എന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തൻ്റെ 5ാമത്തെ തലമുറയിലൂടെ എത്തിച്ചേരും മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ പിതാമഹന്മാരിലേക്ക് ചേർന്നാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാരിലേക്ക് എത്തിച്ചേരും. 5ാമത്തെ തലമുറയിലൂടെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിലേക്ക് എത്തിച്ചേരും സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായത് ഹിജ്റ 6ാമത്തെ വർഷത്തിലാണ്. ഇങ്ങനെയാണ്. 2 അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ടവർക്ക് 27 സന, ഒന്നിരിക്കൽ 26 വയസ്സുണ്ട്, 7 വയസ്സുണ്ട്, അല്ലെങ്കിൽ 26 വയസ്സുണ്ട്. 2 അഭിപ്രായമുണ്ട്. 26 ആണെന്നോ 27 ആണോ വയസ്സുള്ള സമയം. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായത് അവിടുത്തെ 26ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 27ാമത്തെ വയസ്സിൽ എന്ന്. മുസ്ലിമായത് ഹിജ്റ 6ാമത്തെ വർഷത്തിലാണ്. അസ്ലമ ഫി സനദി സാദിസ മിനൻ നുബുവ, ഹിജ്റയുടെ 6ാം വർഷത്തിലല്ല, നുബുവത്തിന്റെ 6ാം വർഷം. ഹിജ്റയുടെ അല്ല, നുബുവത്തിന്റെ 6ാം. ശ്രദ്ധിക്കണേ, ഹിജ്റയുടെ 6ാം വർഷമല്ല, നുബുവത്തിന്റെ 6ാം വർഷം.
നുബുവത്തിന്റെ 6-ാം വർഷം എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ 10-ാമത്തെ വർഷമാണല്ലോ, 13-ാമത്തെ വർഷമാണല്ലോ ഹിജ്റ പോയത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഹിജ്റയുടെ നുബുവത്തിന്റെ 6-ാമത്തെ വർഷം, ഹിജ്റയുടെ അല്ല, നുബുവത്തിന്റെ 6-ാം വർഷം സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. നോക്കൂ, എന്ന് അദ്ദേഹം ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തന്നെ വസ്ലമ ഖദീമൻ ബഅദ 40 റജുലൻ വ11 ഇംറഅതൻ. പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ. ഒന്ന്, 40 ആളുകൾക്ക് ശേഷമാണ് മുസ്ലിമായത് ബഹുമാനപ്പെട്ടവരെന്ന്. ബഹുമാനപ്പെട്ടവർ മുസ്ലിമായപ്പോൾ 40 ആളുകൾ ഇസ്ലാമിൽ ആണുങ്ങളായി 40 ആളുകൾ വന്നിട്ടുണ്ട്, പെണ്ണുങ്ങൾ 11 ആളുകളും വന്നിട്ടുണ്ട് എന്ന് ഒരഭിപ്രായം. ഒരഭിപ്രായം വഖീല ബഅദ 39 39 ആളുകൾക്ക് ശേഷം കമ്മല 40 40 പൂർത്തിയാക്കിയത് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. ഇതും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. 39 ആളുകൾക്ക് ശേഷം ഈ ഇസ്ലാമിൽ 40-ാമത്തെ ആളെ പൂർത്തിയാക്കിയതിന് മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വ23 ഇംറഅ, ആ ഒരു അഭിപ്രായം. 23 പെണ്ണുങ്ങളും. വഖീല ബഅദ 45 റജുലൻ, 45 ആളുകൾ കഴിഞ്ഞിട്ടാണ് 11 ഇംറഅ, 11 പെണ്ണുങ്ങളും. ഏതായാലും ഫമാ ഹുവ ഇല്ലാ അസ്ലമ ഫളഹറൽ ഇസ്ലാമി മക്ക വഫരിഹൽ മുസ്ലിമൂൻ. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അതോടുകൂടെ മുസ്ലിമീങ്ങൾ വിജയിച്ചു, അതോടുകൂടെ ഇസ്ലാം വെളിച്ചത്തേക്ക് വന്നു. സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന് മക്കയിൽ നേരത്തെ തന്നെ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഏത് യുദ്ധത്തിലും ഏത് പ്രശ്നങ്ങളും സംസാരിക്കാൻ വേണ്ടി ഏത് കക്ഷികളുമായി സംസാരിക്കാൻ മക്കക്കാർ അയച്ചിരുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബിനെയാണ്. ഉമർ കഴിഞ്ഞാൽ പിന്നെ അയച്ചിരുന്നത് അംർ ബിൻ ആസിയയാണ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും കുറെ കഴിഞ്ഞിട്ട് മുസ്ലിം ആവുന്നുണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അയച്ചിട്ടുണ്ട്. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആയതിനു ശേഷം ഈ കാര്യം ഏറ്റെടുക്കുന്നത് അംർ ബിൻ ആസിയ. നാവിൻ്റെ പൊരുത്തം, കഴിവ്, വിഷയത്തിൽ കട്ടൻട്രി തീരുമാനമെടുക്കാനുള്ള ചില സ്വതസിദ്ധമായ ശൈലി, ഇതെല്ലാം ഉള്ള ആളായിരുന്നു മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ്. അത് മനസ്സിലായില്ലേ? ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രാധാന്യം മക്കക്കാർ അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഏത് നാട്ടുകാരുമായും എന്ത് പ്രശ്നങ്ങളും ഗോത്രങ്ങളുമായൊക്കെ ഉണ്ടായാൽ, ഇനി അവർക്കിടയിൽ വല്ല പ്രശ്നം ഉണ്ടായാലും അത് പറഞ്ഞു തീർക്കാൻ ആ വിഷയത്തിൽ നിയോഗിതനായിരുന്നത് മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന്. ഫകാനത്ത് ഖുറൈശുൻ ഇദാ വഖഅത്തിൽ ഹർബു ബൈനഹും ഔ ബൈനഹുമാ ബൈന ഗൈരിഹിം, അവർക്കിടയിൽ യുദ്ധം ഉണ്ടായാലോ അവരുടെയും മറ്റുള്ളവരുടെയും ഇടയിൽ യുദ്ധമുണ്ടായാലോ ബഅസുഹു സഫീറാ, ആ വിഷയത്തിൽ ഒരു അംബാസഡറായി കാര്യങ്ങൾ സംസാരിക്കാൻ നിയോഗിച്ചിരുന്നത് മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വലിയ മഹാനായിരുന്നു, നേരത്തെ തന്നെ വലിയ ജ്ഞാനിയായിരുന്നു. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് ജ്ഞാനിയായിരുന്നു. എഴുത്തും വായനക്ക് നല്ല പോലെ. മിൻ കാത്തിബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയുടെ കാത്തിബീങ്ങൾ, ഹബീബായ നബിയുടെ ക്ലർക്കുമാരിൽ ഒരാളാണ് സയ്യിദ്ന ഉമർ. നേരത്തെ തന്നെ മനോഹരമായി എഴുത്തും വായനക്ക് അറിയുന്ന ആളാണ് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഖുർആൻ എഴുതി വെച്ച കാത്തിബീങ്ങളിൽ ഒരാളാണ് സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിൽ ഒരു പേര് ചേർത്ത് പറയാവുന്ന ആളാണ് മഹാനായ സയ്യിദ്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൽ വന്നതിന് ശേഷം വലിയ വിജ്ഞാനിയായി. ധാരാളം ആളുകൾ ബഹുമാനിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹദീസിന്റെ റിപ്പോർട്ടറാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹദീസ് ഏതോളം 500ഓളം ഹദീസ് മുസ്തഫ നബിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, തുൽഅത്ത് ബിൻ ഉബൈദില്ലാഹ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബിൻ മസ്ഊദ്, അബൂ ദർ, അംർ ബിൻ ഈസ, അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, അനസ്, അബൂ ഹുറൈറ, ഇങ്ങനെ അനവധി ആളുകൾ